ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ സ്ലിറ്റഡ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ലൈനിങ് ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നൈറ്റി പീസാണ്, ഒരു 2.25 മീറ്ററോളം ഉള്ളൊരു നൈറ്റി പീസാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കാം. ഫസ്റ്റ് നമുക്ക് വീതിയുടെ പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ആക്കിയതിന് ശേഷം നീളത്തിൻ്റെ ഒരു പോർഷൻ മടക്കാം. അങ്ങനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ആക്കി ഇടാം. പിന്നെ നമുക്ക് ഈ ക്ലോസ് ആയ പോർഷനില്ലേ, ക്ലോസ് ആയ വശത്താണ് നമ്മൾ നിൽക്കാനുള്ളത്. ഓക്കെ, അവിടെ നിന്നിട്ടാണ് നമുക്ക് മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് ചുളിവൊന്നുമില്ലാതെ നീറ്റായിട്ട് നമുക്ക് ഫാബ്രിക് ഇതുപോലെ ഫോൾഡ് ആക്കി ഇടാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ മെഷർമെൻറ്റ് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് കുറച്ച് എക്യുപ്മെൻറ്റ്സ് നമുക്ക് വേണം. അപ്പോൾ ടേപ്പ്, ചോക്ക്, അതുപോലെ സിസറ്, പിന്നെ നമുക്കൊരു സ്കെയില്, ഇത്രയും ഐറ്റംസ് നമുക്ക് ബേസിക്കായിട്ട് വേണം. ഇനി നമ്മൾ ആ ഒരു ക്ലോസ് ആയ പാർട്ടിൽ അവിടെ വെച്ചിട്ടാണ് നമ്മൾ മെഷർമെൻ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ബേസിക്കായിട്ട് 2 മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ബോഡി മെഷർമെൻറ്റ്, ഡയറക്റ്റ് ബോഡി മെഷർമെൻറ്റ്. സെക്കൻഡ് വൺ ഇതുപോലെ ടോപ്പ് തന്നിട്ട്, അളവ് ടോപ്പ് തന്നിട്ട് നമുക്ക് അതിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കാനായിട്ട് പറ്റും. മെയിനായിട്ടും ടൈലേഴ്സൊക്കെ ഈ ഒരു 2 മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് മെഷർമെൻ്റ് ഒക്കെ എടുക്കുന്നത്. നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ബോഡി മെഷർമെൻറ്റ്, അല്ലെങ്കിൽ ഈ അളവിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻറ്റ് എങ്ങനെ നമ്മൾ ഫാബ്രിക്കിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലോസ് ആയ പാർട്ടിലെ ആ ഒരു ക്ലോസ് ആയ പാർട്ടിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിൽ നിന്ന് വിട്ടിട്ട് വേണം നമ്മൾ ഓരോ മെഷർമെൻറ്റും മാർക്ക് ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഷോൾഡർ മാർക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ അളവ് ടോപ്പിൽ നിന്നാണ് മെഷർമെൻറ്റ് എടുക്കുന്നതെന്ന് വെക്കുക. അപ്പം അളവ് ടോപ്പിൽ മെയിനായിട്ടുള്ള പോയിൻറ്റ്സൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇതുപോലെ ഫാബ്രിക്കിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഷോൾഡർ കിട്ടിയിരിക്കുന്നത് 7 ഇഞ്ചസാണ്. ആ 7 ഇഞ്ചസ് നമുക്ക് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ദെൻ ഷോൾഡർ മാർക്ക് ചെയ്തത് നമ്മൾ 7 ഇഞ്ചസാണ്. ഇനി നമുക്ക് ആം ഹോളാണ് മാർക്ക് ചെയ്യുന്നത്. ഈ ഇപ്പോൾ വരച്ച ഒരു ലൈനാണ് ആം ഹോൾ ലൈൻ. ഈ ലൈനിൽ നമ്മൾ ഒരു 1/2 ഇഞ്ചസും കൂടി കൂട്ടണം. ഷോൾഡറിന് നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കണ്ടേ, അലവൻസ് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് 1/2 ഇഞ്ചസും കൂടെ കൂട്ടി 7.5 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. ദെൻ നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്യാനുള്ളത്. ചെസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് നോക്കാം. ചെസ്റ്റ് റൗണ്ട് 34 ആണെങ്കിൽ 34 + 4 ÷ 4 + 1 ഇഞ്ചസ് കിട്ടുമ്പോൾ നമുക്ക് അലവൻസോട് കൂടി 11 ഇഞ്ചസ് കിട്ടും. അതവിടെ മാർക്ക് ചെയ്യാം. ദെൻ നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഒരു 14 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് അതാണ് വേസ്റ്റ് റൗണ്ട് വരുന്ന ആ ഒരു പോയിൻ്റ്, ഒരു ലൈൻ. അപ്പോൾ ആ ലൈനിൽ നമുക്ക് ഇതേ ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് വേസ്റ്റ് റൗണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു 10.5 ഇഞ്ചസ് ആയിരിക്കും. പിന്നെ നമുക്കൊരു 21 ഇഞ്ചസ്, അതായത് ഷോൾഡർ മുതൽ സ്ലിറ്റഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു 21 ഇഞ്ചസ് ഓർ 20 ഇഞ്ചസ് ഒക്കെ നമുക്ക് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ സ്ലിറ്റഡ് ലൈൻ കിട്ടും. ഹിപ്പ് ലൈൻ എന്നാണ് പറയുന്നത്. ആ ഒരു പോയിൻ്റ് കിട്ടും. അവിടെ വെച്ചിട്ട് നമുക്ക് ഹിപ്പ് റൗണ്ട് +4 ÷ 4 ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കൊരു 12 ഇഞ്ചസ് ഓർ 11 ഇഞ്ചസ് ഒക്കെ ആയിരിക്കും ഈ ഒരു മെഷർമെൻറ്റ്. ഇതൊരു ഡബിൾ എക്സൽ സൈസിൻ്റെ മെഷർമെൻറ്റാണ് ഈ പറയുന്നത്. അപ്പോൾ ആ ഒരു അളവ് വെച്ചിട്ട് നമുക്കൊരു 11 ഇഞ്ചസാണ് കിട്ടിയത്. ആ ഒരു ലൈനും നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ആ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഇനി നമ്മുടെ ബോട്ടം ലെങ്താണ്, അതായത് ടോട്ടൽ ലെങ്താണ് ഈ ഒരു വരച്ചേക്കുന്നത്. നമുക്ക് എത്ര ലെങ്ത് ആവശ്യമുണ്ടെന്ന് അത് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഹിപ്പ് ലൈൻ ഈ ഒരു ലെങ്തിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഹിപ്പ് വിട്ട് നമുക്ക്, അതായത് ഹിപ്പ് റൗണ്ട് നമുക്ക് എത്രയാണോ കിട്ടിയത് അതേ മെഷർമെൻറ്റിലാണ് ഞാൻ ബോട്ടം വിട്ടും എടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഹിപ്പ് റൗണ്ട് ഇപ്പോൾ 11 ഇഞ്ചസ് ഓർ 12 ഇഞ്ചസ് ആണെങ്കിൽ അതേ മെഷർമെൻറ്റാണ് താഴെയും വന്നിരിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അലവൻസ് കൊടുക്കാം. അലവൻസ് മീൻസ് തയ്യൽ തുമ്പ് കൊടുക്കാം. മുകളിൽ നമ്മളൊരു 1/2 ഇഞ്ചസ് നേരത്തെ വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ, കൈക്കുഴി എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കോർണർ എല്ല് പോലെ വരുന്ന പോർഷനിൽ നമ്മൾ സ്കെയിൽ ഇതുപോലെ വെച്ചിട്ട് 1 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിട്ട് 2 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും മാർക്ക് ചെയ്യണം. ഫ്രണ്ട് നെക്ക് നമ്മളൊരു 6 ഇഞ്ചസ് എടുത്തു. ബാക്ക് നെക്ക് ഒരു 4 ഇഞ്ചസ് മതി. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇതിൽ നമ്മൾ ലൈനിങ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ക്രോസ് പീസ് യൂസ് ചെയ്താണ് നെക്ക് ഫിനിഷ് ചെയ്യുന്നത്. റൗണ്ട് നെക്കാണ്. അപ്പം ഇതുപോലെ നെക്ക് നമുക്ക് വരച്ചെടുക്കാം. ഇനി ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 1/2 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് ചരിച്ച് ഷോൾഡർ സ്ലോപ്പും കൂടി വരച്ചു കൊടുക്കാം. ഇനി ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ആം ഹോൾ വരച്ചില്ലേ, ആ ഒരു ലൈൻ ഇതുപോലെ ചരിച്ചൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് എടുത്ത ആ ഒരു ലൈനില്ലേ, അതായത് ആം ഹോളിൻ്റെ ലൈൻ്റെ ഹാഫ് എടുക്കാം.
ആ ഹാഫ് പോയിൻറ്റിൽ വെച്ചിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം. അതായത് കൈക്കുഴി ഫ്രണ്ട് ആം ഹോൾ നമ്മളൊന്ന് കുഴിച്ച് കട്ട് ചെയ്യൂലേ, അതിനുള്ളൊരു മെത്തേഡാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് നെക്കിൽ ഇതുപോലെ 1/4 ഇഞ്ച് അലവൻസ് വിട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ഡോട്ടഡ് ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കാം. ഡോട്ടഡ് ലൈൻസിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ 1/2 ഇഞ്ചസ് ആം ഹോളിൽ നമ്മൾ 1/2 ഇഞ്ചസ് അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡ് പോർഷനിൽ ഇതുപോലെ അലവൻസ് ഇട്ട് കൊടുക്കാം. നമുക്ക് തയ്യൽ തുമ്പിനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി സ്ലിറ്റിൻ്റെ പോർഷനിൽ എത്തുമ്പോഴത്തേക്കും ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യാം. ദെൻ സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് ഡോട്ടഡ് ലൈൻസ് വരയ്ക്കാം. ഈ ഡോട്ടഡ് ലൈൻസിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്യാനുള്ളത്. ബോട്ടം പോർഷനിൽ 1 ഇഞ്ചസ് നമുക്ക് അലവൻസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസ് മാത്രം ഇതുപോലെ സെപ്പറേറ്റ് എടുക്കാം. ഫ്രണ്ട് നെക്ക് നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഫ്രണ്ട് ആം ഹോളും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഇതുപോലെയുള്ള പോയിൻറ്റ്സിൽ ചെറുതായിട്ടൊരു നോച്ചസ് കൊടുക്കാം. ഹിപ്പിൻ്റെ പോർഷനിലും വേസ്റ്റിൻ്റെ പോർഷനിലൊക്കെ ഇതുപോലെ ഒരു ചെറിയൊരു കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ്. നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ക്രോസ് പീസ് നമുക്ക് ഈ ബാലൻസ് പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിന് നമുക്ക് ആവശ്യമായ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവിൻ്റെ വിഡ്ത്ത് നമുക്ക് നമ്മളെ ഷോൾഡർ 7 ഇഞ്ചസ് ആണല്ലോ എടുത്തത്, പ്ലസ് 2 ഇഞ്ചസ് കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് സ്ലീവിന് എത്ര വിഡ്ത്ത് വേണമെന്ന് മനസ്സിലാവും. അപ്പോൾ സ്ലീവിന് നമ്മൾ 9 ഇഞ്ചസ് വിഡ്ത്താണ് എടുത്തത്. 9 ഇഞ്ചസ് വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് ഉണ്ട്. അത് നമ്മളൊരു മിനിമം ഒരു 3 ഇഞ്ചസാണ് നമ്മൾ എടുക്കുന്നത്. അതെടുത്തതിന് ശേഷം മാർക്ക് ചെയ്യുക, ദെൻ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് അയൺ ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.